എല്ലാവർക്കും നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക്സ് കോഴ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 4-5 വീഡിയോകളിലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് കുറേയധികം കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ. അതായത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, അതുപോലെ തന്നെ പ്രൈമറി മാർക്കറ്റ് എന്താണ്, സെക്കൻഡറി മാർക്കറ്റ് എന്താണ്, മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്, ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണ്, സ്റ്റോക്ക് ബ്രോക്കറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ട്രേഡിംഗ് അക്കൗണ്ട് എന്താണ്, ഡിമാറ്റ് അക്കൗണ്ട് എന്താണ്, ഇത്തരത്തിൽ കുറേയധികം കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. അല്ലാതെ ഒരിക്കലും ഡൗട്ട് മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകരുത്. കാരണം മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന ടോപ്പിക്സിന്റെ കോംപ്ലിക്കേഷൻ കുറച്ചും കൂടി വരും. അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യുക. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു, നമുക്ക് ഇന്ത്യയിൽ പ്രധാനമായിട്ടും 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ് ഉള്ളത്. അതായത് ഒന്ന് NSE അല്ലെങ്കിൽ നമുക്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വിളിക്കാം, അതുപോലെ തന്നെ BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വിളിക്കാം. ഈ 2 എക്സ്ചേഞ്ച് നോക്കുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇന്ത്യയിലെ പഴയ ഏറ്റവും ആദ്യം ഫോം ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് 1875 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 5000-ന് മുകളിൽ കമ്പനികൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഇനി NSEന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ 1992 NSE ഫോം ചെയ്തിട്ടുള്ളത്. കറന്റ് ഏകദേശം 1500-ന് മുകളിൽ കമ്പനികളാണ് NSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് NSE കുറച്ചും കൂടി ചെറിയൊരു എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ കറന്റ് 2 എക്സ്ചേഞ്ചസ് ആണ് നമുക്ക് ഇന്ത്യയിലുള്ളത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു രാജ്യത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഒരു പർട്ടിക്കുലർ രാജ്യത്തിന്റെ ഗ്രോത്ത്, ഒരു രാജ്യം ഗ്രോ ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഒരു രാജ്യം മുന്നോട്ട് പോവുകയാണോ, അല്ലെങ്കിൽ അതിന്റെ എക്കണോമി, ഒരു രാജ്യത്തിന്റെ എക്കണോമി മുകളിലോട്ട് ഗ്രോ ചെയ്യുകയാണോ അല്ലെങ്കിൽ അത് താഴത്തോട്ടേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണോ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അത് മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ രാജ്യത്തിലെ സ്റ്റോക്ക് മാർക്കറ്റ് ആണ്. അതായത് നമുക്കിപ്പം ഇന്ത്യന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, നമുക്കിപ്പം നമ്മളുടെ രാജ്യം ഇന്ത്യ ഗ്രോ ചെയ്യണം, ഇന്ത്യന്റെ മൊത്തത്തിലുള്ള ആ ഒരു സാമ്പത്തിക രംഗം അല്ലെങ്കിൽ എക്കണോമി ഗ്രോ ചെയ്യാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും ബേസിക് ആയിട്ട് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ മതി. അതായത് ആ ഒരു പർട്ടിക്കുലർ രാജ്യത്തിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും ആ രാജ്യവും ഗ്രോ ചെയ്യാണ്. ഇനി ഇന്ത്യ സ്റ്റോക്ക് മാർക്കറ്റ് താഴത്തോട്ടേക്ക് പോവാണ്, സ്റ്റോക്ക് മാർക്കറ്റ് ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഗ്രോത്ത് കറന്റ് ആ ഒരു രാജ്യത്തിന്റെ ഗ്രോത്ത്, ആ ഒരു രാജ്യം എന്ന് പറയുന്നത് കറന്റ് അതിന്റെ എക്കണോമി താഴത്തോട്ട് പോവാണ്, മോശമായിട്ടാണ് ആ ഒരു രാജ്യം കറന്റ് പെർഫോം ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു രാജ്യത്തിന്റെ ഗ്രോത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സഹായിക്കുന്ന ഒരു സംഭവമാണ് അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്ന് നിങ്ങൾ നോക്കുക, ഇനി ഒരു പർട്ടിക്കുലർ രാജ്യത്തിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ അനാലിസ് ചെയ്യണമെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞു സ്റ്റോക്ക് മാർക്കറ്റ് നോക്കിയാൽ മതി ആ രാജ്യത്തിന്റെ ഗ്രോത്ത് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യന്റെ ഗ്രോത്ത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് നോക്കിയാൽ മതി എന്ന് മനസ്സിലായി. ബട്ട് സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ BSEന്റെ കേസ് നോക്കുകയാണെങ്കിൽ 5000 കമ്പനികൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുണ്ട്. അതുപോലെ തന്നെ അപ് ടു 2000 ഏകദേശം 2000 കമ്പനികൾ NSEയിലുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും വന്നിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് വന്നിട്ട് ഈ രാജ്യം ഇന്ത്യ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന 5000 കമ്പനികൾ എടുത്ത് നോക്കുക. ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ കമ്പനികൾ, ഇപ്പം ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, അല്ലെങ്കിൽ റിലയൻസ് എന്നൊക്കെ പറയുന്ന, ടാറ്റ മോട്ടോഴ്സ് എന്നൊക്കെ പറയുന്ന ഓരോ കമ്പനികളും എടുത്ത് ആ സ്റ്റോക്കിന്റെ പ്രൈസ്, ആ കമ്പനിന്റെ അതായത് ആ കമ്പനിയുടെ ഈ സ്റ്റോക്കിൽ, അതായത് ഇന്ത്യൻ മാർക്കറ്റിലെ ഒരുവിധം കമ്പനികൾക്ക് നല്ല രീതിയിൽ അതിന്റെ പ്രൈസ് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ രാജ്യവും ആ എക്കണോമി നല്ല രീതിയിൽ പെർഫോം, ആ എക്കണോമി ഗ്രോ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഓരോ കമ്പനീൻ്റെയും ഷെയറിന്റെ പ്രൈസ്, അതായത് ഒരു കമ്പനീന്റെ ഷെയറിന്റെ പ്രൈസ് കൂടുക എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കമ്പനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ എന്തായിരിക്കും, ആ ഒരു രാജ്യം അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്, ആ ഒരു രാജ്യം ഗ്രോ ചെയ്യുന്നതുകൊണ്ടാണ് ആ കമ്പനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ബട്ട് ഇവിടെ ഈ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 5000 കമ്പനികൾ എടുത്ത് പരിശോധിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് അല്ലെങ്കിൽ ഈ പറഞ്ഞ 2000 കമ്പനികൾ എടുത്ത് പരിശോധിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും കമ്പനികൾ എടുത്ത് നോക്കണം. ബട്ട് അതൊരിക്കലും ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല, വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിലുള്ള ഒരു പരിഹാരമായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ട്, ഈ ഇൻഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ്, അല്ലെങ്കിൽ നമുക്കതിനെ മലയാളത്തിൽ സൂചിക എന്ന് വിളിക്കാം, ഈ ഒരു ഇൻഡെക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൂവ്മെന്റ്, ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രോ ചെയ്യാണോ അല്ലെങ്കിൽ ആ സ്റ്റോക്ക് മാർക്കറ്റ് ഫോളോ ചെയ്യാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇൻഡെക്സിലേക്ക് കൂടുതലായിട്ട് വരുന്നതിന് മുന്നേ
വളരെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ, ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം എന്താണ് ഇൻഡെക്സ് എന്നുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ വളരെ നമുക്കൊരു നോർമൽ നമ്മുടെ ഡെയിലി ലൈഫായിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു പച്ചക്കറി മാർക്കറ്റിന്റെ നമുക്കൊരു നോർമൽ നമ്മുടെ നാട്ടിലെ സ്റ്റോക്ക് മാർക്കറ്റ് തൽക്കാലം അടുത്തേക്ക് വെക്കാം. നമുക്ക് എന്താണ് സാധാ നമ്മുടെ നാട്ടിൽ ഒരു പച്ചക്കറി മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ എടുക്കാം. ഇപ്പൊ ഞാൻ എന്താണ് ഒരു മാർക്കറ്റിലേക്ക് പോവാണെങ്കിൽ എനിക്ക് കുറേയധികം പച്ചക്കറിന്റെ പല ആവശ്യം, വീട്ടിൽ നിങ്ങൾ ഫംഗ്ഷൻ നടക്കുകയാണ്, എനിക്ക് കുറേ പച്ചക്കറികൾ വാങ്ങേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ മാർക്കറ്റിൽ പോയി, എനിക്ക് അറിയണം കറന്റ് മാർക്കറ്റ് ഇപ്പൊ എന്താണ് പച്ചക്കറി മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള പച്ചക്കറികളുണ്ട്. ഓക്കെ, കുറേയധികം ഉള്ളിയുണ്ട്, തക്കാളി ഉണ്ട്, അത്തരത്തിൽ പല പച്ചക്കറികളുണ്ട്. അപ്പൊ എനിക്കൊരു ഓവറോൾ ഐഡിയ കിട്ടണം. അതായത് കറന്റ് ഇപ്പോഴത്തെ മാർക്കറ്റിലുള്ള ഇപ്പോൾ പച്ചക്കറികളുടെ വില എന്താണ്, ഒരുവിധം ദിവസങ്ങളിലൊക്കെ ഈ പച്ചക്കറികളുടെ വില കൂടുകയും കുറയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് എനിക്ക് ഈ പച്ചക്കറികളുടെ വില ഇപ്പോൾ കറന്റ് ഉള്ളത് കൂടിയിട്ടാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു ഓൾമോസ്റ്റ് ഐഡിയ കിട്ടണം. എനിക്ക് പച്ചക്കറികളുടെ വില കൂടുതലാണോ കറന്റ്, അല്ലെങ്കിൽ കുറഞ്ഞിട്ടാണോ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാക്കണം. പക്ഷെ എന്താണ് എനിക്ക് ഓരോ ഇൻഡിവിജ്വലി പച്ചക്കറികൾ എടുത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അതേ സമയത്ത് അതിന് പകരം ഓരോ പച്ചക്കറികളും എടുത്ത് നോക്കി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആണ്, പോസിബിൾ ആണ്, ബട്ട് എന്താണ് ടൈം കൺസ്യൂമിംഗ് ആണ്. നമുക്ക് ഓരോ തക്കാളിന്റെ വില എത്രയാണ്, കഴിഞ്ഞ മാസത്തിലാണ്, ഈ മാസത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് പറ്റും, പക്ഷേ ടൈം കൺസ്യൂമിംഗ് ആണ്. എന്നാൽ അതേ സമയത്ത് ഞാൻ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, പച്ചക്കറികളുടെ വില നോക്കുന്നതിന് പകരം ഞാൻ ജസ്റ്റ് പെട്രോളിന്റെ ഇപ്പോഴത്തെ വില, കാരണം കഴിഞ്ഞ മാസത്തെ വിലയായിട്ട് ഞാൻ ഇപ്പോഴത്തെ വില അതായത് പച്ചക്കറികളുടെ വില, ഓരോ പച്ചക്കറിന്റെ വില എടുത്ത് നോക്കുന്നതിന് പകരം ഞാൻ പെട്രോളിന്റെ വിലയുണ്ടായിരുന്ന ചേഞ്ച് കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഈ പെട്രോളിന്റെ പ്രൈസിൽ ഉണ്ടായിരുന്ന ചേഞ്ച് ഞാൻ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ നോക്കാൻ കാരണം, നമുക്കറിയാം ഈ പച്ചക്കറികൾ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പച്ചക്കറികൾ എന്നാണ് പലപ്പോഴും ഒട്ടുമിക്ക പച്ചക്കറികളും പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് പച്ചക്കറികൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ റോഡ് വഴി ട്രാൻസ്പോർട്ട് ഒക്കെ ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ പെട്രോളിന്റെ പൈസ കൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒട്ടുമിക്ക പച്ചക്കറികളുടെയും വില കൂടാനാണ് സാധ്യത. ഓക്കെ, ഇപ്പൊ അതായത് പെട്രോളിന്റെ വില കൂടിയിട്ടാണ് ഇപ്പോൾ കറന്റ് മാർക്കറ്റിൽ പെട്രോളിന്റെ വില കൂടിയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ എനിക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും മിക്കവാറും ഈ മാർക്കറ്റിൽ ഒരുവിധം പച്ചക്കറികളുടെയൊക്കെ വില, എല്ലാ പച്ചക്കറികളും കൂടണമെന്നില്ല, ബട്ട് ഓൾമോസ്റ്റ് മിക്ക പച്ചക്കറികളുടെയും വില കൂടി നിൽക്കാനാണ് സാധ്യത എന്ന് എനിക്ക് മനസ്സിലാവും. ഇനി ഇൻ കേസ് കഴിഞ്ഞ മാസം പെട്രോളിന് 60 രൂപയാണ്, ഈ മാസം 40 രൂപയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എക്സാം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് പെട്രോൾ 60 രൂപ കിട്ടുമെന്ന് ചിന്തിക്കേണ്ട. ഓക്കെ, ഇപ്പോൾ 40 രൂപ പെട്രോളിന്റെ വില കുറഞ്ഞ്, ഇപ്പോൾ കറന്റ് നല്ല രീതിയിൽ പെട്രോളിന്റെ വില കുറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ എന്താണ് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കുറയും. സ്വാഭാവികമായിട്ടും എന്താണ് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കുറയുന്നതുകൊണ്ട് തന്നെ, അതായത് പെട്രോളിന്റെ വില കുറഞ്ഞതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ പച്ചക്കറികൾ കുറഞ്ഞ വിലയിൽ കിട്ടാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് എന്താണ് ഇവിടെ കിട്ടിയൊരു ബെനിഫിറ്റ്, ഈ മാർക്കറ്റിന്റെ ഈ പച്ചക്കറി മാർക്കറ്റിന്റെ ഓവറോൾ ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ പച്ചക്കറി എടുത്തിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ പച്ചക്കറികളുടെ വില കൂടി നിൽക്കുകയാണോ കുറഞ്ഞ് നിൽക്കുകയാണോ എന്ന് ഓരോ പച്ചക്കറി എടുത്ത് നോക്കുന്നതിന്റെ ആ ഒരു ടൈം കൺസ്യൂമിങ്, അത് ഭയങ്കര ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സ് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു പെട്രോളിന്റെ വില നോക്കിയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പെട്രോളിന്റെ വിലേനെ ഇൻഡെക്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒരു സൂചിക എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് നോക്കിയിട്ട് ഇവിടെ നമ്മുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു പച്ചക്കറി മാർക്കറ്റാണ്. അപ്പോൾ പച്ചക്കറി മാർക്കറ്റിന്റെ ഗ്രോത്ത്, ഓക്കെ, പച്ചക്കറി മാർക്കറ്റിലെ പ്രൈസ് കൂടി നിൽക്കുകയാണോ അല്ലെങ്കിൽ കുറഞ്ഞു നിൽക്കുകയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സിമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ ഈ പെട്രോളിന്റെ വില നോക്കി, പെട്രോളിന്റെ വില നമുക്ക് ഇൻഡെക്സ് എന്ന് വിളിക്കാം. അപ്പോൾ പെട്രോളിന്റെ വില കൂടി നിൽക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഇവിടെ പച്ചക്കറികളുടെ വില കൂടാനാണ് സാധ്യത. അതുപോലെ തന്നെ പെട്രോളിന്റെ വില, ആ ഒരു ഇൻഡെക്സിന്റെ വില കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ പച്ചക്കറികളുടെ വിലയും കുറയാനും സാധ്യത. അപ്പോൾ ആ ഒരു ഇൻഡെക്സ് എന്നുള്ള കൺസെപ്റ്റ്, അതായത് നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ഒരു പർട്ടിക്കുലർ മാർക്കറ്റിന്റെ കറന്റ് സിറ്റുവേഷൻ എന്താണ്, അത് കൂടി നിൽക്കുകയാണോ കുറഞ്ഞു നിൽക്കുകയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിമ്പിൾ ഒരു നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു പർട്ടിക്കുലർ ഒരു നമ്പറാണ് നമുക്ക് പറയാം ഈ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പം BSE NSE, ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇതേ സംഭവം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ 5000-ഓളം കമ്പനികൾ നോക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പോസിബിൾ അല്ല, വളരെയധികം ഡിഫിക്കൽട്ടാണ്. ഒരു ദിവസം വന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇന്നത്തെ മാർക്കറ്റിന്റെ സിറ്റുവേഷൻ എന്താണ്, മാർക്കറ്റ് മുകളിലോട്ട് പോകാണോ അല്ലെങ്കിൽ മാർക്കറ്റ് താഴത്തോട്ടേക്കാണോ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5000 കമ്പനികൾ ആ ദിവസം എടുത്ത് നോക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആണോ? ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ അതിനുള്ള സൊല്യൂഷനാണ് അവിടെ പെട്രോൾ ഉള്ളത് പോലെ തന്നെ ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻഡെക്സ് എന്താണ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതാണ് മാർക്കറ്റ്, ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ നിഫ്റ്റിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നിഫ്റ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു നിഫ്റ്റി നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ നിഫ്റ്റിയിൽ ഇപ്പോൾ 2000-ഓളം സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ 2000-ഓളം സ്റ്റോക്കുകളും ട്രാക്ക് ചെയ്യുന്നതിന് പകരം ഈ 2000-ഓളം സ്റ്റോക്കുകളിൽ നിന്നും ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയാസ് വെച്ചിട്ട് ഒരു പെർട്ടിക്കുലർ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് മേ ബി ഈ 2000 കമ്പനികളിൽ നിന്നും ഒരു 50 കമ്പനികൾ ഞാൻ സെലക്ട് ചെയ്യുന്നല്ല, അങ്ങനെ സെലക്ട് ചെയ്തിട്ട് മാറ്റി വെക്കും. അതായത് ആ സെലക്ട് ചെയ്യുന്നതിന് കുറേയധികം ക്രൈറ്റീരിയാസ് ഉണ്ട്, വെറുതെ പോയിട്ട് സെലക്ട് ചെയ്യുന്നതല്ല, കുറേയധികം ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ടാണ് ആ ക്രൈറ്റീരിയാസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, അതായത് ആ
ആ ഒരു പർട്ടിക്കുലർ മാർക്കറ്റിൽ ഇപ്പോൾ NSE ആണെങ്കിൽ NSE ഏറ്റവും വലിയ കുറച്ച് കമ്പനികൾ, അതിൽ തന്നെ എല്ലാം ഒരു സെക്ടർ എന്നായിരിക്കില്ല, ഇപ്പോൾ പല സെക്ടറുകൾ ഉണ്ടാവും. സെക്ടർ മീൻസ് ഇപ്പോൾ നമുക്ക് ബാങ്കിങ് സെക്ടർ, അതായത് ബാങ്കിങ് കമ്പനികൾ വരുന്നതിനാണ് ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഫാർമ ഉണ്ടാവും. ഫാർമ മീൻസ് ഈ നമ്മുടെ ഈ മെഡിസിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനെ ഒരു സെക്ടർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫാർമ സെക്ടറിലെ കുറച്ച് കമ്പനികൾ ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ IT സെക്ടർ ഉണ്ടാവും, അതായത് ഈ ഇൻഫർമേഷൻ നമ്മുടെ എന്താണ് ഈ ഇൻഫോസിസ്, TCS ഒക്കെ പോലത്തെ കമ്പനികളൊക്കെ വരുന്ന IT സെക്ടർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ എക്സ്ചേഞ്ച്, ഇപ്പോൾ NSE ആണെങ്കിൽ NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് കമ്പനികൾ ഞാൻ തിരഞ്ഞെടുക്കും. പക്ഷേ ആ തിരഞ്ഞെടുക്കുന്നത് എല്ലാം ഒരു സെയിം സെക്ടർ എന്നായിരിക്കില്ല, എന്താണ് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് എല്ലാ സെക്ടറിനും ആ സെക്ടറിലെ ടോപ്പ് കമ്പനികൾ തിരഞ്ഞെടുക്കും. ഓക്കെ, ടോപ്പ് കമ്പനികൾ ഇത്ര നമ്പേഴ്സ് ഓഫ് തിരഞ്ഞെടുത്തിട്ട് എന്താണ് ഈ ഒരു ലിമിറ്റഡ് നമ്പർ, ഈ ഒരു 50 എല്ലാ മൊത്തം കമ്പനികൾ, ഈ 2000 കമ്പനികളെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 50 കമ്പനികൾ തിരഞ്ഞെടുത്തിട്ട് എന്താണ് അവിടെ നമ്മൾ ഇവിടെയാണ് ഇൻഡെക്സ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് മെനി സ്റ്റോക്സ് ഫ്രം ഡിഫറെന്റ് സെക്ടേഴ്സ്. അതായത് നമ്മൾ ഡിഫറെന്റ് സെക്ടേഴ്സിൽ നിന്നും കുറച്ച് സ്റ്റോക്സ് എടുത്തിട്ട് ഒരു ഇൻഡെക്സ് ഫോം ചെയ്യും. ഓക്കെ, അവിടെ നമ്മൾ എന്താണ് മാർക്കറ്റിൽ പച്ചക്കറികളുടെ ഇതിൽ പെട്രോളിന്റെ പെട്രോളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ എന്താണ് ഈ 2000 സ്റ്റോക്കുകളിൽ നിന്നും നമ്മളൊരു 50 സ്റ്റോക്ക് എടുത്തിട്ട് 50 സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കും. ആ സ്റ്റോക്ക് വെച്ചിട്ട് നമ്മളൊരു ഇൻഡെക്സ്, അപ്പോൾ ഈ ഒരു 50 സ്റ്റോക്കിനെ മാത്രം നമ്മൾ ട്രാക്ക് ചെയ്താൽ മതി, നമുക്കൊരു ഓവറോൾ ഐഡിയ കിട്ടും ആ ഒരു NSE അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന മാർക്കറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് മനസ്സിലാക്കാൻ. ഓക്കെ, ഇനി ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ടു ഇൻക്ലൂഡ് എ സ്റ്റോക്ക് ഇൻ ദ ഇൻഡെക്സ് ഇറ്റ് ഷുഡ് ക്വാളിഫൈ സർട്ടൻ ക്രൈറ്റീരിയ. കുറേയധികം ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഈ ഒരു ഇൻഡെക്സിലേക്ക് ഒരു കമ്പനിയെ തിരഞ്ഞെടുക്കുള്ളൂ. ഇനി മനസ്സിലാക്കുന്നത് ജസ്റ്റ് ഒരു ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആ ഒരു ഇൻഡെക്സിൽ ഉണ്ടാവില്ല. ആ ഒരു ക്വാളിഫിക്കേഷൻ എപ്പോഴും എല്ലാ ദിവസവും അത് നിലനിർത്തണം. ഓക്കെ, ഇൻ കേസ് ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ഒരു ദിവസം അതിന്റെ ആ ക്രൈറ്റീരിയാസ് അതിന് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഇൻഡെക്സിൽ നിന്നും ആ ഒരു സ്റ്റോക്കിനെ പുറത്താകും. എന്നിട്ട് എന്താണ് ആ ക്രൈറ്റീരിയാസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പുതിയ സ്റ്റോക്കുകളെ ഇൻഡെക്സിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് മൊത്തം എന്താണ് ഒരു 2000 കമ്പനികൾ ഇവിടെ ഉണ്ട്. 2000 ഇപ്പം NSE ജസ്റ്റ് ഇപ്പോൾ സിമ്പിളായിട്ട് എക്സാമ്പിൾ എടുക്കാൻ NSEന്റെ കേസാണെങ്കിൽ 2000 കമ്പനികളുണ്ട്, പല കമ്പനികൾ ഇവിടെ ഉണ്ട്. ഈ കമ്പനികളെല്ലാം റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 50 കമ്പനികൾ എന്താണ് നമ്മൾ പല ക്രൈറ്റീരിയാസ് വെച്ചിട്ട് ഒരു 50 കമ്പനികൾ ഉണ്ടാകും. അപ്പോൾ ഈ 2000 കമ്പനികൾ ട്രാക്ക് ചെയ്യുന്നതിൻ്റെ അത്ര പണിയില്ലല്ലോ നമുക്ക് ഈ ഒരു 50 കമ്പനികൾ ട്രാക്ക് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു 50 കമ്പനികൾ ട്രാക്ക് ചെയ്താൽ തന്നെ നമുക്കൊരു ഓവറോൾ പിക്ചർ കിട്ടും. കാരണം എല്ലാ സെക്ടറിനെയും കാര്യങ്ങളൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഇൻഡെക്സ് നോക്കിക്കൊണ്ട് നമുക്ക് ഐഡിയ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞ ഇൻഡെക്സ്. അതായത് മാർക്കറ്റിന്റെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എക്സ്ചേഞ്ചിന്റെ ആ ഒരു അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ കറന്റ് മൂവ്മെന്റ്, ആ ഒരു മാർക്കറ്റ് ഇപ്പോൾ മുകളിലോട്ട് പോകണോ അല്ലെങ്കിൽ താഴത്തോട്ട് പോകണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഇൻഡെക്സ് അല്ലെങ്കിൽ സൂചിക എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും നമുക്ക് 2 ഇൻഡെക്സ് ആണുള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSEയുടെ ഇൻഡെക്സ് ആയ നിഫ്റ്റി അല്ലെങ്കിൽ നമ്മൾ നിഫ്റ്റി 50 എന്ന് വിളിക്കുന്ന ഇൻഡെക്സ് ഉണ്ട്. അതുപോലെ തന്നെ BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആയ സെൻസെക്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു പച്ചക്കറി മാർക്കറ്റിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ, അതായത് ഒരു പർട്ടിക്കുലർ ഡേയിൽ ആ ഒരു മാർക്കറ്റിൽ പച്ചക്കറികളുടെ വില കൂടി നിൽക്കുകയാണോ കുറഞ്ഞ് നിൽക്കുകയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്തത്, സിമ്പിളായിട്ട് ആ ഒരു പെട്രോളിന്റെ വില നോക്കി. അപ്പോൾ അതുവഴി എനിക്ക് മനസ്സിലായി പച്ചക്കറികളുടെ വില കൂടുതലാണോ കുറവാണോ എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇനി ഒരു പർട്ടിക്കുലർ ട്രേഡിംഗ് മാർക്കറ്റ് നടക്കുന്ന ഒരു ദിവസം, അന്നത്തെ ദിവസം മാർക്കറ്റ് മുകളിലോട്ടാണോ പോയത് അല്ലെങ്കിൽ താഴത്തോട്ടാണോ പോയതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ പറയുന്ന NSEന്റെ കേസിലാണെങ്കിൽ ഈ NSEയിലെ 2000-ഓളം കമ്പനികൾ എടുത്ത് നോക്കേണ്ട ആവശ്യം എനിക്കില്ല. അത് കുറേയധികം ടൈം എടുക്കും. അതിന് പകരം ഈ NSEയുടെ ഇൻഡെക്സ് ആയ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എനിക്കൊരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ് അന്നത്തെ ദിവസം മാർക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു എക്സ്ചേഞ്ചിലെ സ്റ്റോക്കുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്നുള്ളത് ഏകദേശം ഒരു ഓവറോൾ ഐഡിയ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ BSEന്റെ കേസിലാണെങ്കിലും ഇവിടെ BSEന്റെ കേസിൽ NSEനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആണ്. ഇവിടെ 5000-ഓളം കമ്പനികൾ വരുന്നുണ്ട്. ഈ 5000-ഓളം കമ്പനികൾ എടുത്ത് നോക്കാന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ ഡേയിൽ നമുക്ക് എന്താണ് ആ ഒരു മാർക്കറ്റ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എങ്ങനെയാണ് അതിലുള്ള സ്റ്റോക്കുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന് അറിയാൻ വേണ്ടി സിംപ്ലി ഈ സെൻസെക്സ് എന്ന് പറയുന്ന ആ ഒരു ഇൻഡെക്സ് നോക്കിയാൽ മതി. നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അത് ഒരു ദിവസം മാത്രമല്ല, ഇനി വലിയൊരു പീരീഡിൽ കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് എങ്ങനെയാണ് ആ ഒരു മാർക്കറ്റ് പെർഫോം ചെയ്തതെന്ന് എനിക്ക് അറിയണമെന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ജസ്റ്റ് സിംപ്ലി ഈ ഒരു ഇൻഡെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അത് മുകളിലോട്ട് ഗ്രോ ചെയ്യാണോ ചെയ്തത് അല്ലെങ്കിൽ താഴത്തോട്ടേക്ക് ഫോളോ ആവാണ് ചെയ്തത്. അപ്പോൾ അതുവഴി നമുക്ക് എന്താണ് നമുക്ക് ആ ഒരു എക്കണോമി, ആ രാജ്യത്തിന്റെ ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ആ രാജ്യത്തിന്റെ എക്കണോമിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് എന്താണ് ഈ നിഫ്റ്റി 50നെ പറ്റിയിട്ടും അതുപോലെ തന്നെ സെൻസെക്സിനെ പറ്റിയിട്ടും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിഫ്റ്റി 50 എന്ന് പറഞ്ഞ് NSEയുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി 50 എന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ ഒരു നിഫ്റ്റി 50 ഫോം ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി 50 ഇൻഡെക്സ് ഈസ് എ വെൽ ഡൈവേഴ്സിഫൈഡ് 50 കമ്പനീസ് ഇൻഡെക്സ് റിഫ്ലക്റ്റിംഗ് ഓവറോൾ മാർക്കറ്റ് കണ്ടീഷൻസ്. അതായത് നോക്കിയാൽ മനസ്സിലാവും വെൽ ഡൈവേഴ്സിഫൈഡ് 50 കമ്പനീസ്. അതായത് ഇവിടെ 2000-ഓളം കമ്പനികൾ, ഏകദേശം 2000-ഓളം കമ്പനികൾ, 1500 മുകളിൽ കമ്പനികൾ നിഫ്റ്റി 50 NSEയിലുണ്ട്. 2000-ഓളം കമ്പനികൾ NSEയിലുണ്ട്. ആ 2000-ഓളം കമ്പനികളിൽ നിന്നും വെൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ട്
ഡിഫറെൻറ്റ് സെക്ടേഴ്സ്, അതായത് ബാങ്കിങ് സെക്ടർ ഉണ്ടാവും, അതുപോലെ തന്നെ മറ്റ് IT സെക്ടർ ഉണ്ടാവും, ഫാർമ സെക്ടർ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ നിന്നും ഡൈവേഴ്സിഫൈഡ് ആയിട്ട് അതിൻ്റെ പ്രോപ്പർ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന 50ഓളം ആ ഒരു സെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന 50ഓളം കമ്പനികളെ സെലക്ട് ചെയ്തിട്ടെന്താണ് ഈ 50ഓളം കമ്പനികളെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നിഫ്റ്റി 50 എന്ന് പറയുന്ന ഈ ഒരു ഇൻഡെക്സ് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ആ ഒരു ഇൻഡെക്സിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് അതൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു ബേസിക് ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ മതി എങ്ങനെയാണ് ഈ ഒരു നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇൻഡെക്സ് ഫോം ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു കറന്റ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഇനി അതുപോലെ ഇവിടെ നോക്കുക, ഇതിൽ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിൽ സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുന്നതും ഈ പറയുന്ന 2000ഓളം സ്റ്റോക്കുകളിൽ നിന്നും സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുന്നതും ഈ ഒരു ഇൻഡെക്സ് ഫോം ചെയ്തിട്ടുള്ളതും. ഇനി വൺസ് നമ്മൾ ഒരിക്കൽ ഈ ഒരു 50 കമ്പനികൾ ഇപ്പോൾ ഒരു ടാറ്റ മോട്ടോഴ്സ് തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ലൈഫ് ലോങ് അവിടെ തന്നെ നിൽക്കണമെന്നില്ല. ഇൻ കേസ് എപ്പോഴെങ്കിലും ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ടാറ്റ മോട്ടോഴ്സിനെ ഈ ഒരു ഇൻഡെക്സിൽ നിന്ന് പുറത്താക്കും. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന മറ്റേതെങ്കിലും സ്റ്റോക്കിന് ഇതിലേക്ക് ആഡ് ചെയ്യണം നോർമലി ചെയ്യാം. ഇനി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കറന്റ് നിഫ്റ്റി നിൽക്കുന്നത് നിഫ്റ്റി എന്ന് പറഞ്ഞ ഇൻഡെക്സിന്റെ വില അല്ലെങ്കിൽ അവരുടെ കറന്റ് ലെവൽ എന്ന് പറഞ്ഞ് 19,365 ഈ ഒരു നിഫ്റ്റി എന്ന് പറയുന്ന ഈ ഒരു ഇൻഡെക്സ് കറന്റ് നിൽക്കുന്നത്. ഇനി സിമ്പിളായിട്ട് എന്താണ് ഈ ഒരു നമ്പർ, ഈ 19,365 എന്ന് പറഞ്ഞ നമ്പറിന്റെ അല്ലെങ്കിൽ ഈ ഒരു നിഫ്റ്റിന്റെ ഒരു യൂസ് കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഇന്നത്തെ ദിവസം, ഇപ്പോൾ ഇന്ന് ട്രേഡിംഗ് നടക്കുന്ന ദിവസമാണ്. ഇന്ന് നോക്കുക, 19,365 ഉണ്ടായിരുന്ന ഈ ഒരു നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സ് ഒരു 200 പോയിന്റ് കൂടി 200 പോയിന്റ്സ് കൂടിയിട്ട് 19,565 എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ് എനിക്ക് ഞാൻ പെട്ടെന്ന് വന്ന് നോക്കുകയാണ് ഇന്നത്തെ ദിവസം. ഞാൻ ഇന്ന് മാർക്കറ്റ് ഒന്നും ഫോളോ ചെയ്തിട്ടില്ല. എനിക്കിപ്പോൾ അറിയണം NSE എങ്ങനെയാണ് മാർക്കറ്റ് പെർഫോം ചെയ്യുന്നതെന്ന് എനിക്ക് അറിയണം. അപ്പോൾ എനിക്ക് 2000 സ്റ്റോക്ക് എടുത്ത് നോക്കുന്നതിന് പകരം ഞാൻ സിമ്പിളായിട്ട് നിഫ്റ്റി എടുത്ത് നോക്കി, നിഫ്റ്റിന്റെ ലെവൽസ് ഞാൻ നോക്കി. എനിക്ക് മനസ്സിലായി 19,365 ഉണ്ടായിരുന്ന നിഫ്റ്റി 200 പോയിന്റ് കൂടി 19,565 എത്തി. അതായത് മാർക്കറ്റ് 200 പോയിന്റ് കൂടി, ഇൻഡെക്സ് 200 പോയിന്റ് കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് അതിലുള്ള ആ കമ്പനികളുടെ ആ ഒരു എക്സ്ചേഞ്ച് NSEയിൽ വരുന്ന കമ്പനികളും മുകളിലോട്ടാണ് പോവുക. അതായത് ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളല്ല, അതായത് ഇപ്പം നിഫ്റ്റി മുകളിലോട്ട് പോയി എന്ന് പറഞ്ഞ് എല്ലാ കമ്പനികളും മുകളിലോട്ട് പോയി എന്ന് അർത്ഥമില്ല. കുറേ കമ്പനികൾ മുകളിലോട്ട് പോയിട്ടുണ്ടാവും, കുറച്ച് കമ്പനികൾ താഴത്തോട്ട് പോയിട്ടുണ്ടാവും. ബട്ട് ഓവറോൾ മാർക്കറ്റിന്റെ അന്നത്തെ ദിവസത്തെ ഒരു സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് മാർക്കറ്റ് പോസിറ്റീവ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അതേ സമയത്ത് ഒരു 300 പോയിന്റ് താഴത്തോട്ടേക്ക് പോയിട്ട് 19,065 എത്തി എന്ന് വിചാരിച്ചാലോ, 19,065 എത്തിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുവിധം സ്റ്റോക്കുകളൊക്കെ അന്നത്തെ ദിവസം സ്റ്റോക്കിന്റെ പ്രൈസ്, കാരണം ഇൻഡെക്സ് താഴത്തോട്ട് പോയി, സ്വാഭാവികമായിട്ടും ഒരുവിധ സ്റ്റോക്കുകളുടെ എല്ലാ സ്റ്റോക്കുകളുടെ അല്ല ഒരുവിധ സ്റ്റോക്കുകളുടെ പ്രൈസ് താഴത്തോട്ട് പോകാനാണ് സാധ്യത. അന്നത്തെ ദിവസത്തെ മാർക്കറ്റ് സെന്റിമെന്റ്സ് എന്ന് പറഞ്ഞ് ബിയറിഷ് ആണ്, മാർക്കറ്റ് വീക്ക് ആണെന്നാണ്, നമുക്ക് മാർക്കറ്റ് ഫോളിംഗ് ആണ്, താഴത്തോട്ടേക്കാണ് പോയതെന്ന്, അത് ഒരു സ്റ്റോക്കുകൾക്ക് താഴത്തോട്ട് പോയതാണെന്ന് എനിക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇതാണ് ഈ ഒരു ഇൻഡെക്സിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിഫ്റ്റി 50 കേസ് നോക്കിക്കഴിഞ്ഞാൽ സെക്ടർ റെപ്രസെൻറ്റേഷൻ, അതായത് ഏതൊക്കെ സെക്ടറിൽ നിന്നാണ്, അതായത് ഇപ്പോൾ ഫിനാൻഷ്യൽ സർവീസ്, ഇപ്പോൾ ബാങ്ക്സ് ഒക്കെ വരുന്ന സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ ആ സെക്ടറിൽ നിന്നാണ് 37% സ്റ്റോക്കുകൾ, ഈ 50 സ്റ്റോക്കുകളിൽ 37% സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫിനാൻഷ്യൽ സർവീസിനാണ്. അതുപോലെ തന്നെ ബാക്കി 13% സെലക്ട് ചെയ്തിട്ടുള്ളത് ഏത് സെക്ടറിൽ നിന്നാണ്, IT സെക്ടറിൽ നിന്നാണ് 13% സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഹെൽത്ത് കെയർ, കൺസ്ട്രക്ഷൻ, മെറ്റൽസ് 3%, കെമിക്കൽ സെക്ടർ 0.3% ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് നിന്നാണ് ഇങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇൻഡെക്സിൽ 50 സ്റ്റോക്കുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ബട്ട് ഈ 50 സ്റ്റോക്കുകൾക്കും ഒരേ ഇമ്പോർട്ടൻസ് അല്ല ഇൻഡെക്സ് കൊടുക്കുന്നത്. ഓക്കെ, അതായത് 50 സ്റ്റോക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 50 സ്റ്റോക്കിനും ഒരേ ഇമ്പോർട്ടൻസ് അല്ല കൊടുക്കുന്നത്. അതിൽ ഓരോ സ്റ്റോക്കിനും 50 സ്റ്റോക്കുകളിൽ ഓരോ സ്റ്റോക്കിൻ്റെയും ഇമ്പോർട്ടൻസ് വെയിറ്റേജ് ഡിഫറൻ്റ് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് HDFC ബാങ്ക് എന്ന് പറയുന്ന സ്റ്റോക്കിനാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ HDFC ബാങ്കിൽ 14% വെയിറ്റേജ് ആണ് HDFC ബാങ്കിനുള്ളത്. അപ്പോൾ HDFC ബാങ്ക് കുറച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു ഇമ്പാക്ട് ഇൻഡെക്സിൽ ഉണ്ടാക്കും. ഇനി അതേ സമയത്ത് നോക്കുക, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIന്റെ ഇൻഡെക്സ് വെയിറ്റേജ് എത്രയാണ്, 2.7% മാത്രമാണ്. അപ്പോൾ കമ്പാരിറ്റീവ് HDFC ബാങ്കിന്റെ 14% അതിന്റെ വെയിറ്റേജ്. അതായത് സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ, HDFC ബാങ്കിന്റെ സ്റ്റോക്കിന്റെ പ്രൈസ് 1 രൂപ കൂടുന്നതും ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യന്റെ 1 രൂപ കൂടുന്നതും സെയിം ഇമ്പാക്ട് അല്ല ഈ ഒരു ഇൻഡെക്സിൽ ഉണ്ടാക്കുക. അതായത് HDFC ബാങ്കിന്റെ സ്റ്റോക്കിന്റെ പ്രൈസ് 1 രൂപ കൂടുന്നതും SBIന്റെ സ്റ്റോക്കിന്റെ പ്രൈസും 1 രൂപ കൂടുന്നതും സെയിം ഇമ്പാക്ട് അല്ല ഈ ഒരു ഇൻഡെക്സിൽ ഉണ്ടാക്കുക. അതിന് ഡിഫറൻസ് ഉണ്ടാവും. ആ ഡിഫറൻസ് ഉണ്ടാവുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൽ കൊടുത്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ വെയിറ്റേജ് കൂടുതലുള്ള സ്റ്റോക്കുകളാണ് കൂടുതൽ ഇമ്പാക്ട് മൂവ്മെന്റ്സിൽ ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, എല്ലാ സ്റ്റോക്കിനും ഒരേ ഇമ്പോർട്ടൻസ് അല്ല കൊടുത്തിട്ടുള്ളത്. ഇനി എന്താണ് ഈ ഒരു സിമ്പിളായിട്ട് ഈ ഒരു ചാർട്ട് നോക്കാം, എന്താണ് ഇൻഡെക്സിന്റെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് നോക്കിയാൽ
ഇവിടെ നോക്കി ഈ കൊറോണയുടെ സമയത്ത് നോക്കാം. കൊറോണയുടെ സമയത്ത് ഏകദേശം മാർക്കറ്റ് ഒരു 7500 ലെവലിലേക്ക് ഇൻഡെക്സ് വന്നിട്ടുണ്ടായിരുന്നു. 7500 2020 ഏകദേശം 7500 ഉണ്ടായിരുന്ന മാർക്കറ്റ്, എനിക്ക് സിമ്പിൾ, എനിക്ക് ഒന്നും അറിയില്ല മാർക്കറ്റിൽ സ്റ്റോക്കുകളെ പറ്റിയിട്ടൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇൻഡെക്സ് മാത്രമാണ് നോക്കുന്നത്. ഇവിടെ എന്താണ് 2020 ഈ 7500 എത്തിയ ഈ ഒരു ഇൻഡെക്സ് ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഓൾമോസ്റ്റ് 20,000 എത്തി നിൽക്കുന്നത്. 20,000 ഓൾമോസ്റ്റ് 3 ടൈംസ് ആണ് മാർക്കറ്റ് ഈ ഇൻഡെക്സ് ഗ്രോ ചെയ്ത്. അപ്പോൾ സിമ്പിളായിട്ട് എനിക്ക് മനസ്സിലായി ഈ 3 വർഷം കൊണ്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരുവിധ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ മുകളിലോട്ട് വന്നിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ ഗ്രോ ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഇൻഡെക്സ് നോക്കിക്കൊണ്ട് എനിക്ക് മനസ്സിലായി. അതിപ്പോൾ എനിക്ക് മാത്രമല്ല, പുറത്തുനിന്ന് ഇപ്പോൾ US അമേരിക്കയിൽ നിന്ന് ഒരാൾ ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കിക്കാണുന്ന ഒരാൾക്ക് എന്താണ് ഈ ഇൻഡെക്സ് നോക്കിക്കൊണ്ട് മനസ്സിലായി അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിലാണ് പെർഫോം ചെയ്തത്. ഇനി അതേസമയം നോക്കുക, കഴിഞ്ഞൊരു 3 വർഷം കൊണ്ട് ഇൻഡെക്സ് താഴത്തോട്ടേക്കാണ്, ഒരു 20,000 നിന്ന് ഒരു 10,000 വന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അവിടുത്തെ മാർക്കറ്റ് മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്, താഴത്തോട്ടേക്കാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇൻഡെക്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത്. ഇനി സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇവിടെ 50 സ്റ്റോക്കുകൾക്ക് പകരം ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് 30 സ്റ്റോക്കുകളാണ്. 30 സ്റ്റോക്കുകളെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സെൻസെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് ഫോം ചെയ്തിട്ടുള്ളത്. സെൻസെക്സിന്റെ ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തുള്ള ലെവൽ എന്ന് പറഞ്ഞ് 65,000 65,151 ഈ ഒരു സെൻസെക്സിന്റെ ലെവൽ എന്ന് പറഞ്ഞ 65,151 സെൻസെക്സിന്റെ ഈ ഒരു ഇവിടെ ഉള്ളത് നിഫ്റ്റി അല്ല, സെൻസെക്സ്. സെൻസെക്സ് എത്തി നിൽക്കുന്നത് 65,151. അപ്പോൾ ഇതാണ് സെൻസെക്സ് എന്ന് പറഞ്ഞാൽ 30 കമ്പനികൾ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പല കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്ന ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള 30 കമ്പനികളെ സെലക്ട് ചെയ്തിട്ടാണ് സെൻസെക്സ് എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി സെൻസെക്സിന്റെ ആ ഒരു മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ലാസ്റ്റ് 10 ഇയറിലെ മൂവ്മെന്റ് ആണ്. 10 ഇയറിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 20,000 ലെവൽ 20,000 ലെവൽ എന്നാണ് ഇപ്പോൾ എന്താണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 70,000 20 വർഷം കൊണ്ട് നമുക്ക് 10 വർഷം കൊണ്ട് 20,000 നിന്ന് 70,000 സെൻസെക്സ് മൂവ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൻസെക്സിലുള്ള സ്റ്റോക്കുകളും ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു ഓർത്തോക്കേണ്ട കാര്യം, ഈ പറയുന്ന ഇൻഡെക്സ് മുകളിലോട്ട് പോയി എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റോക്കുകളും മുകളിലോട്ട് പോയി എന്നൊരു അർത്ഥമില്ല. ബട്ട് മോസ്റ്റ് സ്റ്റോക്കുകൾ മുകളിലോട്ട് പോകാനാണ് സാധ്യത എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആ ഇൻഡെക്സ് എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഇൻഡെക്സ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇവിടെ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ നിഫ്റ്റി 50 സെൻസെക്സും അല്ലാതെ സെക്ടോറൽ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. അതായത് സെക്ടോറൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ നിഫ്റ്റി 50 എന്ന് പറഞ്ഞ് NSEന്റെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ കംപ്ലീറ്റ് സ്റ്റോക്ക് ആ ഒരു എക്സ്ചേഞ്ചിനെ മൊത്തത്തിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ് നിഫ്റ്റി 50 എന്ന് പറഞ്ഞത്. ഇനി എന്താണ്, നമുക്കൊരു പെർട്ടിക്കുലർ സെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് വേണം. അതായത് ബാങ്കിങ്, എനിക്കിപ്പോൾ ഞാൻ ബാങ്കിങ് സ്റ്റോക്കുകളെ മാത്രം നോക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് എന്താണ് എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓവറോൾ മാർക്കറ്റിന്റെ ഇൻഡെക്സ് നോക്കുന്നതിന് പകരം ആ ഒരു പെർട്ടിക്കുലർ സെക്ടറിന്റെ, ഇപ്പോൾ ബാങ്കിങ് സ്റ്റോക്കുകളാണ് ഞാൻ നോക്കുന്നതെങ്കിൽ ആ ബാങ്കിങ് സ്റ്റോക്കുകളുടെ സെക്ടർ, ബാങ്കിങ് സെക്ടർ, അതായത് ബാങ്കുകളുടെ ഇൻഡെക്സ് ആയ നിഫ്റ്റി ബാങ്ക്, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി എന്ന് പറയും, ബാങ്ക് നിഫ്റ്റി എന്ന് പറയും. ആ ഒരു ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് ആ ഒരു ബാങ്കിങ് സ്റ്റോക്കുകളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ IT സ്റ്റോക്കുകളാണ് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ് ഈ ഒരു ഓവറോൾ മാർക്കറ്റിനെ നോക്കുന്നതിന് പകരം എനിക്കെന്താണ് IT എന്ന് പറഞ്ഞ ആ ഒരു സെക്ടറിന്റെ ഇൻഡെക്സ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടൊരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നിഫ്റ്റിയും സെൻസെക്സും അല്ലാതെ നമുക്ക് ഓരോ സെക്ടറിനെ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇൻഡെക്സുകളും നമുക്ക് അവൈലബിൾ ആണ്. സെക്ടോറൽ ഇൻഡെക്സ് നമ്മൾ പറയും. സെക്ടോറൽ ഇൻഡെക്സ് ആ ഒരു സെക്ടറിനെ പറ്റി പഠിക്കാൻ മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്താണ് നിഫ്റ്റി ബാങ്ക് അല്ലെങ്കിൽ നിഫ്റ്റി IT, നിഫ്റ്റി മെറ്റൽ, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള സെക്ടോറൽ ഇൻഡെക്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന ഇൻഡെക്സിന്റെ പ്രാക്ടിക്കൽ യൂസ്. അപ്പോൾ ഈ ഇൻഡെക്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ജസ്റ്റ് ഈ പ്രാക്ടിക്കൽ യൂസും കൂടി പറഞ്ഞ് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്താം. അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒന്ന് ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ട് ഒരു എക്കണോമി, സ്റ്റോക്ക് മാർക്കറ്റ് നോക്കിക്കൊണ്ട് നമുക്ക് എന്താണ് ആ രാജ്യത്തിന്റെ എക്കണോമി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഡേയിൽ നമ്മൾ ഈ ഒരു ഇൻഡെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എങ്ങനെയാണ് ആ ഒരു മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ്, അതായത് മാർക്കറ്റ് മുകളിലോട്ടാണ്, ആൾക്കാർ എന്താണ് ബുള്ളിഷ് ആണോ നമുക്ക് പറയാം, ഗ്രോ ചെയ്യണം, മാർക്കറ്റിന്റെ പ്രൈസ് സ്റ്റോക്കുകൾ മുകളിലോട്ടാണോ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ താഴത്തോട്ടാണോ മൂവ് ചെയ്യുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഒരു മാർക്കറ്റിന്റെ ഒരു ഇൻഡിവിജ്വൽ ഒരു പർട്ടിക്കുലർ ഡേയിലെ സെന്റിമെന്റ്സ് മനസ്സിലാക്കാനാണ് നമുക്ക് ഈ ഇൻഡെക്സ് യൂസ്ഫുൾ ആവും. അതുപോലെ ഓവറോൾ ഒരു എക്കണോമിന്റെ ഗ്രോത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഇൻഡെക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി അതുപോലെ തന്നെ
അതുപോലെ തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, ഞാനൊരു സ്റ്റോക്കിൽ ഇപ്പോൾ ഞാൻ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ എനിക്ക് ടാറ്റ മോട്ടോഴ്സ് 20% റിട്ടേൺ തന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, 20% റിട്ടേൺ എനിക്ക് ടാറ്റ മോട്ടോഴ്സ് തന്നു. ഇനി അതേ സമയത്ത് നോക്കാം, ആ ഒരു വർഷം കൊണ്ട് ഇപ്പോൾ മേ ബി 10,000, ഇപ്പം ഞാൻ ഈ ഒരു ടാറ്റ മോട്ടോഴ്സ് വാങ്ങിയ സമയത്ത് നിഫ്റ്റി ചിലപ്പോൾ ഒരു 10,000 ആണ് ഉണ്ടായെന്ന് വിചാരിക്കാം. ഈ ഒരു വർഷം കഴിഞ്ഞ് എനിക്ക് ഒരു ടാറ്റ മോട്ടോഴ്സ് 20% റിട്ടേൺ തന്ന സമയത്ത് ഈ നിഫ്റ്റി എന്താണ് 12,500 എത്തി. അതായത് ഒരു വർഷം കൊണ്ട് 25% നിഫ്റ്റി കൂടി. ഓക്കെ, അതായത് സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ഒരു വർഷം കൊണ്ട് നിഫ്റ്റി കൊടുത്തിട്ടുള്ള റിട്ടേൺ ഇൻഡെക്സ് മൂവ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു ഇൻഡെക്സ് മൂവ് ചെയ്തത് ഇവിടെ 25% ആണ്. അതേസമയത്ത് എൻ്റെ സ്റ്റോക്ക് ഇവിടെ മൂവ് ചെയ്തിട്ടുള്ള എന്താണ് 20% ആണ്. എൻ്റെ ഇൻഡെക്സ് 25%, എൻ്റെ സ്റ്റോക്ക്, ഞാൻ വാങ്ങിയ സ്റ്റോക്ക് 20%. അപ്പോൾ എന്താണ്, ഞാൻ വാങ്ങിയ സ്റ്റോക്ക് എന്ന് പറയുന്നത് അണ്ടർ പെർഫോമിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതായത് അപ്പോൾ ബെഞ്ച് മാർക്ക് ചെയ്യാൻ നമ്മൾ വാങ്ങിയിട്ടുള്ള സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് കമ്പയർ ടു ദ മാർക്കറ്റിന്റെ ഓവറോൾ റിട്ടേണുമായിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള ഒരു സ്റ്റോക്കിന്റെ റിട്ടേൺ കമ്പയർ ചെയ്ത് നോക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ പേഴ്സണലി എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഈ ഒരു ബെഞ്ച് മാർക്കിന്റെ റിട്ടേൺ ബീറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ബെഞ്ച് മാർക്ക് എന്താണ്, അല്ലെങ്കിൽ ഇവിടെ ഇൻഡെക്സിന്റെ റിട്ടേൺ ബീറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇവിടെ 25% ആണ് എനിക്ക് ഈ ഇൻഡെക്സ് കൊടുത്തിട്ടുള്ള റിട്ടേൺ. അതേസമയത്ത് ടാറ്റ മോട്ടോഴ്സ് എനിക്ക് 30% റിട്ടേൺ തന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ആ ഒരു ബെഞ്ച് മാർക്കിനെക്കാളും അല്ലെങ്കിൽ ആ ഒരു ഇൻഡെക്സിനെക്കാളും ബെറ്റർ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻഡെക്സിനെക്കാളും ബെറ്റർ ആയിട്ട് എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ നടത്തി കൊണ്ടുപോകാൻ എനിക്ക് പറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇനി അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇൻഡെക്സ് നോക്കിയിട്ട് നിഫ്റ്റി എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ട്രേഡിംഗ് ഉപയോഗിക്കാം. ഇനി അത് കൂടാതെ തന്നെ നമുക്ക് ഈ ഇൻഡെക്സിന്റെ മുകളിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇൻഡെക്സിന്റെ മുകളിൽ ഇൻഡെക്സ് വാങ്ങുകയും വിൽക്കുകയും നമുക്ക് ചെയ്യാം. അതൊക്കെ കുറച്ചുകൂടി ഒരു വലിയ ടോപ്പിക്കാണ്. അതിലേക്കൊന്നും നിങ്ങളിപ്പോൾ ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇൻഡെക്സ് നമുക്ക് വേണമെങ്കിൽ വാങ്ങുകയും വിൽക്കുകയും, നിഫ്റ്റിയിൽ തന്നെ നമുക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഡെക്സിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ ഹെഡ്ജിങ് ഒക്കെ പറഞ്ഞാൽ തന്നെ വലിയ ടോപ്പിക്കാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പോർട്ട്ഫോളിയോ ഹെഡ്ജിങ് അതൊക്കെ ഡെറിവേറ്റീവ് മാർക്കറ്റ്സിലേക്ക് വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ പോർട്ട്ഫോളിയോ ഹെഡ്ജിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള ഈ ഇൻഡെക്സുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇൻഡെക്സിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ.